മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. ഇന്നലെ ഉപയോഗം 98.96 ദശലക്ഷം യൂണിറ്റാണ്. ഇതാദ്യമായാണ് ഏപ്രിൽ മാസം 100 യൂണിറ്റിന് താഴെ വരുന്നത്. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, 2 ദിവസത്തെ വേനൽ മഴ അത് വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഭദ്ര, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ വൈദ്യുതി ഉപയോഗത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാത്രം ഉപയോഗം 98.69 ദശലക്ഷം യൂണിറ്റ് ആണ്. ഏപ്രിൽ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് 100 യൂണിറ്റിന് താഴെ വരുന്നത് ഇത് ആദ്യമായാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 100 യൂണിറ്റിന് മുകളിലാണ് പോയിരുന്നത്. അത് മാത്രമല്ല, ഈ വർഷം കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിന്റെ ഒരു ദിവസങ്ങളായിരുന്നു. കടുത്ത വേനലായതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം വളരെ അധികമായിരുന്നു. പല വീടുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന വരെ ഉണ്ടായിരുന്നു. പക്ഷേ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യമായിരുന്നു. വേനൽ മഴ എത്തിയാതിരുന്നതും വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തന്നെ ആവശ്യത്തിനുള്ള ഒരു മഴ സംസ്ഥാനത്ത് പലയിടത്തും ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരത്തും ഒക്കെയും വേണ്ട രീതിയിലുള്ള ഒരു മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടായതോടെ തന്നെ വൈദ്യുതി ഉപയോഗം കുറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ 98.69 ദശലക്ഷമാണ് ഇപ്പോൾ ഉപയോഗത്തിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും അത് വലിയൊരു മാറ്റമാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടി ചെറിയ രീതിയിലുള്ള മഴ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമായ മഴ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യുതി ഉപയോഗം കുറയും. അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായി തന്നെ മാറുകയാണ്. പക്ഷേ എന്നാൽ കാലാവസ്ഥ മാറാതെ വീണ്ടും വേനൽ കടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഭദ്ര.